ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജീവിതത്തിൽ പുകഴ്ത്തലും ഇകഴ്ത്തലും നേരിടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. നമ്മെ കാര്യമായി സ്വാധീനിക്കാൻ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് കഴിയും. ആരെങ്കിലും നമ്മെ പ്രശംസിച്ചാൽ നമ്മൾ ആകാശം മുട്ട ഉയരും. പരിഹസിച്ചാലോ വിമർശിച്ചാലോ സങ്കടക്കടലിൽ നിരാശയിൽ മുങ്ങിത്തപ്പുകയും ചെയ്യും. നമ്മൾ ഇന്ന് മറ്റുള്ളവരുടെ നാവിൻ തുമ്പിലാണ് ജീവിക്കുന്നത് എന്ന് പറയാം. പ്രശംസയ്ക്ക് നമ്മുടെ തലയിലും പരിഹാസത്തിന് നമ്മുടെ ഹൃദയത്തിലും സിംഹാസനം ഇട്ട് കൊടുക്കരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. വിമർശനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വിമർശനങ്ങൾ വരുമ്പോൾ ഉടൻ തന്നെ പ്രതികരിക്കാതിരിക്കലാണ് ആദ്യപടി. പലപ്പോഴും വിമർശനങ്ങൾ കേൾക്കുന്ന മാത്രയിൽ പ്രതികരിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയേ ഉള്ളൂ. വിമർശനം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ നമ്മുടെ ഉള്ളിലെ കോപം, പ്രതികാരഭാവം ഇതൊക്കെ നിരീക്ഷിക്കാൻ ഏറ്റവും നല്ല സമയം ആരെങ്കിലും നമ്മെ വിമർശിക്കുമ്പോഴാണ്. മാത്രവുമല്ല, അങ്ങനെയായാൽ അവർ പറയുന്നതിൽ വല്ല കഴമ്പുണ്ടോ എന്ന് ചിന്തിക്കാനും നമ്മളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും കഴിയും. നമ്മുടെ അഹങ്കാരം തലപൊക്കുമ്പോഴാണ് അവൻ ആരാണ് എന്നെ ഉപദേശിക്കാൻ എന്ന മട്ടിൽ നാം ചിന്തിക്കുന്നത്. കഴമ്പില്ലാത്ത വിമർശനങ്ങൾക്ക് നമ്മുടെ മനസ്സിൽ ഇടം കൊടുക്കാതിരിക്കുക എന്നതാണ് രണ്ടാമത്തെ പടി. നമുക്ക് നേരെ ആരെങ്കിലും തീ കോരിയെറിയുകയാണെങ്കിൽ ബുദ്ധിയുള്ള ആരെങ്കിലും അത് ചാടിപ്പിടിച്ച് പോക്കറ്റിലിടാൻ നോക്കുമോ? വിമർശനം ഉള്ളിൽ കടന്നുകൂടിയാൽ അത് വെറുപ്പിനും വിദ്വേഷത്തിനും ജന്മം നൽകും. അതുണ്ടാക്കുന്ന മുറിവുകൾ പൊറുക്കാനും വിഷമമാകും. പുറത്തു പോയിട്ട് വരുമ്പോൾ കാലിലെ അഴുക്കും പൊടിയും ചവിട്ടിയിൽ തൂത്ത് കളഞ്ഞതിന് ശേഷമല്ലേ നമ്മൾ വീട്ടിനുള്ളിൽ കയറാറുള്ളൂ. അതുപോലെ ആയിരിക്കണം കഴമ്പില്ലാത്ത വിമർശനങ്ങളെയും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. കമ്പ്യൂട്ടറിൽ വൈറസ് ഒന്നും കയറാതിരിക്കാനും അഥവാ കയറിപ്പറ്റിയാൽ തന്നെ അതിനെ ഉടനെ നീക്കം ചെയ്യാനും നമ്മൾ ജാഗ്രത പാലിക്കാറുണ്ട്. അതുപോലെയുള്ള ഒരു ശ്രദ്ധ വിമർശനങ്ങളുടെ കാര്യത്തിലും നമുക്കുണ്ടായിരിക്കണം. അനാവശ്യ വിമർശനങ്ങൾക്ക് മനഃശാന്തി മുഴുവൻ നശിപ്പിക്കുവാൻ കഴിയും. മൂന്നാമത്തെ പടി വിമർശനങ്ങളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കരുതുക എന്നതാണ്. തങ്ങൾക്ക് നേരെ മറ്റുള്ളവർ ചൊരിയുന്ന വിമർശനങ്ങളാകുന്ന കല്ലുകൾ കൊണ്ട് ചിലർ വിജയ സോപാനം പണിതുയർത്തുന്നു. തങ്ങളുടെ ആത്മവിശ്വാസം തഴച്ചു വളരാനുള്ള വളമായിട്ടാണ് അവർ വിമർശനങ്ങളെ കാണുന്നത്. വിമർശനങ്ങളിലെ വസ്തുതകളെ ഗൗരവമായെടുത്ത് അവർ സ്വയം തിരുത്തുന്നു, പതിരുകളെ തള്ളിക്കളയുകയും ചെയ്യുന്നു. വിമർശനങ്ങൾ വെറും വാക്കുകൾ മാത്രമാണ്. നമ്മൾ അവയ്ക്ക് കീഴ്പ്പെടുമ്പോഴാണ് അവയ്ക്ക് നമ്മളെ മുറിവേൽപ്പിക്കാനുള്ള ശക്തി ലഭിക്കുന്നത്. ആത്മശക്തിയിൽ ഉറച്ചു നിൽക്കുന്നവരെ തളർത്താൻ ഒരു വിമർശനത്തിന്